അപ്പോൾ കോളിവുഡ് സൺഡേ വർഷം 2015 രണ്ടാം പകുതി. ഞാൻ ഓൾറെഡി ഇന്റേൺഷിപ്പ് എത്തി. സോ അക്കാഡമിക്കലി വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഡെയിലി കോളേജിൽ ചുമ്മാ പോയി ഇരുന്നു കൊടുത്താൽ മതി. വെറൈറ്റി ആയി എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു സമയം. അങ്ങനെയാണ് ആ വർഷത്തെ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ ആവുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ വലിയ ആഘോഷമായി കൊണ്ടാടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കർണാടകയിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഗണേശ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വമ്പൻ പരിപാടിയാണ്. കാര്യം അതൊരു റിലീജിയസ് പ്രൊസഷൻ ആണെങ്കിലും ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞാൽ ഇവർ ഈ പരിപാടി കിട്ടുന്ന പാട്ടിന്റെ മട്ടങ്ങ് മാറും. ഭക്തിഗാനമൊക്കെ മാറി DJ ആവും. പിന്നെ ഡാൻസ് ആയി, ബഹളായി. ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുള്ള ഏതൊരു മലയാളി പയ്യനും ഒരിക്കലെങ്കിലും ഈ ടീമിന്റെ കൂടെ നടുറോട്ടിൽ വെച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. എനിവേസ്, ആ വർഷത്തെ പ്രൊസഷനിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് ഒരു തമിഴ് പാട്ടാണ്. പാട്ട് നമ്മുടെ അനിരുദ്ധിന്റെതാണ്. ആള് നമ്മുടെ തല അജിത്തുമായി ചെയ്ത ആദ്യ പടത്തിലെ പാട്ട്. സത്യം പറയല, ആ പാട്ട് കേൾക്കുമ്പോഴേ ഭയങ്കര പഞ്ചും പവറും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് പാട്ടായിരുന്നു അത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഈ സമയത്തിനിടക്ക് വിജയുടെയും സൂര്യയുടെയും ഓരോ പടങ്ങൾ വീതമെങ്കിലും ഞാൻ തിയേറ്ററിൽ വെച്ച് അവരുടെ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ അന്നത്തെ കേട്ടറിവിൽ തമിഴ്നാട്ടിലെ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അജിത്ത് എന്ന നടന്റെ ഒരു സിനിമയും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ പടം പോയി കണ്ടുകൂടാ എന്നായി. അങ്ങനെ നേരെ വിട്ടു RT നഗറിലെ ഒരു രാധാകൃഷ്ണ തിയേറ്റർ. ചുറ്റും തമിഴ്മാരും ഒത്ത നടുക്ക് ഞാനും. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ വില്ലൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്: ഞാനൊരു കെട്ടവനാണ്, എന്നെ അഴിക്കണമെങ്കിൽ എന്നെക്കാൾ കെടുകെട്ടവൻ വരണമെന്ന്. ഈ ഡയലോഗ് കേട്ടതും തിയേറ്റർ അങ്ങ് ഇളകി. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത സീനിൽ വരാൻ പോകുന്ന നമ്മുടെ നായകനെ പറ്റിയാണല്ലോ. അങ്ങനെ നായകന്റെ ഇൻട്രോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സിമ്പിൾ ഇൻട്രോ ആണ്. പക്ഷെ അനിരുദ്ധ് കൊടുക്കുന്ന BGM കാരണം മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ വൈബിലോട്ട് പോവാണ് നമ്മൾ. പുതിയൊരു നാട്ടിലേക്ക് വന്ന പഞ്ചപാവമായ നായകനെയും സഹോദരിയുമാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. മൂപ്പരുടെ പാവത്തരം കാണുമ്പോഴേ നമുക്കറിയാം ഇതെങ്ങോട്ടായി പോകുന്നതെന്ന്. ഇതിനിടയിൽ കൊമേഡിയനായ സൂരി നായകനെ ജോലിക്കെടുക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കും: നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയുമെന്ന്. ആ സമയത്ത് വളരെ ഇന്നസെന്റായി നായകൻ എന്ന് പറയുകയും തിയേറ്ററിൽ വൻ കയ്യടിയും. സംഭവം എന്താ? സിനിമയ്ക്ക് പുറത്ത് ഇദ്ദേഹം വലിയ റേസർ ആണല്ലോ. സോ ഒക്കെ ഫാൻസിന് വേണ്ടി ചെയ്തു വെച്ച സ്റ്റഫ്സ്. അങ്ങനെ ഒടുക്കം ആ സീനെത്തി. പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് നമ്മുടെ നായകനെ വില്ലന്റെ അടുത്ത് എത്തിക്കുന്നു. ഇതിനും 20 വർഷം മുമ്പ് ഇറങ്ങിയ ഭാഷയിലും അതിന് തൊട്ടു മുമ്പത്തെ വർഷം മലയാളത്തിൽ ഇറങ്ങിയ രാജാതിരാജയിലും ഒക്കെ കണ്ട സെയിം സാധനം തന്നെ, ട്രാൻസ്ഫോർമേഷൻ സീൻ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള എക്സ്പ്രഷൻ ഒക്കെ കൊടുത്ത് അത് ഗംഭീരമാക്കി. ഇനി ഇന്റർവെൽ ബ്ലോക്ക്. കുറെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് നായകനും വില്ലൻ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനമാണ് മനസ്സിലാവുന്നത് ഈ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ബിൽഡിങ്ങിലേക്ക് തന്നെയാണെന്ന്. പിന്നെ അവിടെ വെച്ചും വൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് ആക്ഷൻ തന്നെ. പക്ഷെ ചെയ്യുന്നത് ഇയാളായതുകൊണ്ട് കാണാൻ ഒരു പഞ്ചൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പടം സെക്കൻഡ് ഹാഫ് എത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഗണേഷ് ഫെസ്റ്റിവലിൽ കേട്ട പാട്ട് സ്ക്രീനിൽ വരുന്നു. അതൊരു ഉത്സവമായിരുന്നു, ഉത്സവം. ശേഷം വില്ലന്മാർക്കിടയിൽ ട്രാപ്പായി കിടന്ന സ്വന്തം സഹോദരിയെ ഒട്ടും ബഹളം വെക്കാതെ എന്നാൽ നല്ല മാസായിട്ട് രക്ഷിച്ചു കൊണ്ടുവരുന്ന സീൻ. പിന്നെ ക്ലൈമാക്സിലും ഏതാണ്ട് അതേപോലെ ഒരു ഐറ്റം. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ സമയത്ത് കാണാൻ പറ്റിയ ഒരു മാസ് ഹീറോയുടെ ഒരു പ്യോർ മാസ് സിനിമ. ഈ പടമൊക്കെ തമിഴന്മാരുടെ കൂടെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. കാരണം സ്ക്രീനിനകത്ത് നടക്കുന്നതിനേക്കാൾ വൈബാണ് സ്ക്രീനിന് പുറത്ത്.